അല്ല തുമ്പള നാടല്ലല്ലോ. ആ ശരി. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചെളന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഒളോപ്പാറ, ഇപ്പോൾ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒളോപ്പാറ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. അവിടെ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. ഈ ഡിസംബർ മാസം 27-ാം തീയതി ഏകദേശം പുലർച്ചെ 3:30 അടുത്താണ് ഈ സംഭവം നടന്നതായിട്ട് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. ഇതാണ് സാധനം. പിന്നെ ആകെ വെള്ളത്തിന്റെ ബോട്ടിലിന്റെ പേരേ ഉള്ളൂ. അക്കല്ല, വേറെ ഇതാണ്. അത് വേറെ നീലല്ലേ, പച്ചല്ലേ, ക്യാപ്സ്റ്റോൺ പാക്കറ്റ്. ഇത് ഇവിടെ നിന്ന് കിട്ടുന്ന ഡ്രിങ്കിങ് വാട്ടർ അല്ല. ഇവിടെ സാധാരണ കോമൺ ആയിട്ട് സപ്ലൈ ഉള്ളതല്ല. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ എന്നല്ല കേരളത്തിലെ തന്നെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒളോപ്പാറ, ചെളന്നൂർ കണ്ണകര ഒളോപ്പാറയിൽ ആണ് കഴിഞ്ഞ ദിവസം 20ഓളം വരുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ ആ കരിങ്കൽ കോറിയിലെ വെള്ളക്കെട്ടിൽ നിന്നും പ്രദേശവാസികൾ കണ്ടെത്തിയത്. അപ്പോൾ 20ലധികം വരുന്ന, ഏകദേശം ഒരു 20ലധികം വരുന്ന പ്ലാസ്റ്റിക് ബാഗുകളായിട്ട് മാലിന്യങ്ങൾ നിറച്ചിട്ടുള്ള ആ ഒരു ബാഗുകൾ ആണ് ആ ഒരു കരിങ്കൽ കോറിയിൽ വെള്ളത്തിൽ തള്ളിയിട്ടുള്ളത്. ഈ വെള്ളം പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു മനോഹരമായ പ്രദേശത്ത് ഇങ്ങനെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും മെമ്പർമാരെയൊക്കെ അറിയിക്കുകയും അവർ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. കക്കൂർ പോലീസ് SIയുടെ നേതൃത്വത്തിൽ സംഭവസ്ഥലം സന്ദർശിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തി. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ നിലവിലുള്ള നീർത്തടങ്ങളും കണ്ടൽക്കാടുകളൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ തന്നെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പരിസ്ഥിതി മാലിന്യമുക്തമാക്കാനും അതിനെ സംരക്ഷിക്കാനുമൊക്കെ മറ്റാരെങ്കിലും ഉണ്ടാകും എന്ന് കരുതി മാറി നിൽക്കരുത്. പരിസ്ഥിതി പ്രവർത്തകർ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. അത് നമ്മളുടെയൊക്കെ തന്നെ ഉത്തരവാദിത്തമായി കരുതിക്കൊണ്ട് ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ ഹരിതകർമ്മ സേനയൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വീട്ടിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്, കുപ്പികൾ. അപ്പോൾ പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ നാട്ടിലും ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഓരോരുത്തരും തന്നെ മുൻകൈ എടുക്കേണ്ടതാണ്. ശുദ്ധജലം, ശുദ്ധവായു ഇനി ഇതാ വളർന്നു വരുന്ന തലമുറകൾക്ക് കൂടി ലഭ്യമാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമാകണം. ഈ മാലിന്യ തള്ളിയതിനെ കുറിച്ച് പ്രസിഡന്റ് നൗഷീർ സംസാരിക്കുന്നു. ചെളന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൗഷീർ. ഇത് ഒരു സ്ഥലത്തും ചെയ്യാൻ പാടില്ലാത്ത ശുദ്ധ തോന്നിയാസമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആരായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും തക്കതായ ശിക്ഷ അവർക്ക് ലഭ്യമാക്കുകയും വേണം. ഇവിടെ ഇത്രയും പ്രദേശത്ത് ഏകദേശം 20-ൽ പരം ചാക്ക് കെട്ടുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് കെട്ടുകളിലാണ് ഈ വേസ്റ്റുകൾ കൊണ്ടുവച്ച് തള്ളിയിരിക്കുന്നത്. അതും ഒരു ജലശേഖരത്തിൻ്റെ അകത്താണ് ഇത് തള്ളിയിരിക്കുന്നത്. ഇത്രയും മോശമായ ഒരു പ്രവണത ഒരാളും ചെയ്യാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ. അതുകൊണ്ട് ശക്തമായ നടപടി ചെയ്തവരെ കണ്ടെത്തിയിട്ട് അവർക്ക് എതിരെ ഉണ്ടാകുവാണെങ്കിൽ ഏതറ്റം വരെ പോകണമെങ്കിൽ ആ അറ്റം വരെ പോകാൻ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. ചെളന്നൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് മെമ്പർ UKM റീന ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. UKM റീന സംസാരിക്കുന്നു. ഇങ്ങനത്തെ ശരിയായ നടപടിയല്ല. ആര് ചെയ്തതാണെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. പെട്ടെന്ന് തന്നെ അവരെ കണ്ടുപിടിക്കും. എന്നുവെച്ചാൽ ഒളോപ്പാറ ടൂറിസം പ്രദേശമായി ഈ ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത് ശരിയായ രീതിയൊന്നുമല്ല. എന്നുവെച്ചപ്പോൾ ഹരിതകർമ്മ സേനകൾക്ക് എല്ലാ പ്രദേശത്തും ഇങ്ങനെയുള്ള വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട്. എന്നിട്ട് പോലും ഇങ്ങനെ ചെയ്തതിൽ
വളരെ നിരാശ തോന്നുകയാണ്. 20-ാം വാർഡ് മെമ്പർ PM വിജയൻ സംസാരിക്കുന്നു. ഇന്ന് അതിരാവിലെ എന്നെ ഏതാനും സുഹൃത്തുക്കൾ ഇങ്ങനെ ഇവിടെ മാലിന്യം തള്ളി എന്ന് പറയും. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ അപ്പോൾ ആളുകളൊന്നുമില്ല. ഇവിടെ ഒരു വലിയ കെട്ടിൻ്റെ മുകളിലൊക്കെ കയറി നോക്കുമ്പോഴാണ് ഏകദേശം 30ഓളം ബാഗ് ഈ ഫുഡ് വേസ്റ്റും അതിൻ്റെ പ്ലേറ്റ് കണ്ടെയ്നറുകൾ, ചെറിയ ബോട്ടിലുകൾ എല്ലാം കൂടിയായിട്ട് തള്ളിയിട്ടുള്ളത്. അപ്പോൾ ഏതാനും ദിവസം മുമ്പ് ഇതിന് ഓപ്പോസിറ്റ് സ്ഥലത്തും കുറച്ച് ഒരു ഹോസ്പിറ്റലിൻ്റെ മാലിന്യങ്ങൾ തള്ളുകയുണ്ടായി. ഇതിവിടെ ഒരു ടൂറിസം സെൻ്ററാണ്, ആളുകൾ വന്ന് ഇറങ്ങുന്നതാണ്. ഇവിടുത്തെ തൊട്ട് തന്നെ ഒരു ടീ സ്റ്റാളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് വലിയ ഒരു ദ്രോഹം. അപ്പോൾ ഞാനിത് ഈ കാര്യങ്ങൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഈ ഫോട്ടോ കിട്ടപ്പോൾ തന്നെ അതിലുള്ള ഇവിടെ ആളുകളൊക്കെ തന്നെ വലിയ തോതിൽ അതിൽ രേഖപ്പെടുത്തുകയും മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കുന്ന നടപടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായങ്ങളും അങ്ങനെ അതിനൊക്കെ തുടർന്ന് ഇവിടെ CCTV പരിശോധനയൊക്കെ നടത്തി. അപ്പോൾ അതിൽ ഏതാണ്ട് പുലർച്ചെ 3:30-ക്ക് ഇവിടേക്ക് ഈ ഒരു പിക്കപ്പിൽ ഈ വേസ്റ്റുമായിട്ട് വരുന്ന വാഹനം അതിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കേസ് പിടിച്ച് വലിയ അന്വേഷണം നടത്തി ഇതിന് ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒളോപ്പാറ ചാലൂർ ഗ്രാമപഞ്ചായത്തിലെ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിനോദസഞ്ചാരികൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒരു മനോഹരമായൊരു സ്ഥലത്തെ ഇത്തരം വൃത്തിഹീനമായ നിലയിൽ കൊണ്ടുപോകാൻ നടന്ന ഒരു ശ്രമം എന്ന് തന്നെ പറയാം. ആര് തന്നെയായാലും അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. അപ്പോൾ ഇത് അതിനുള്ള സ്ഥലമല്ല എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും പോലീസ് അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം നാടിനെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കൂടി ഉത്തരവാദിത്വവും കടമയാണ്. അപ്പോൾ ഇത് മാലിന്യമുക്തമാക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ല, നിൽക്ക് ഇത് മുമ്പള നാടല്ലല്ലോ. ആ, എന്നാൽ ഓക്കെ, ശരി.